നല്ലൊരു പ്രഭാതം കൂടെ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്പനിമിഷം ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 40 അതിൻ്റെ 8-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 40 അതിൻ്റെ 8-ാമത്തെ വേദാംശം. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. നമ്മൾ ഇന്നലെ ആമേൻ അതിൻ്റെ 1-ാമത്തെ വാക്യം ചിന്തിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ 40-ാം സങ്കീർത്തനത്തിൻ്റെ അകത്തളങ്ങളിൽ ഒത്തിരി ദൂതുകൾ അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ആമേൻ ആലോചനകൾ അടങ്ങപ്പെട്ട ഒരു പുസ്തകമാണ് 40-ാം സങ്കീർത്തനം. അതിനകത്ത് ദാവീദ് പറയുന്നൊരു വാക്ക് കേട്ടോ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം. ദാവീദിന് അറിയാം, ഞാൻ കാട്ടിൽ വനാന്തരത്തിൽ ഒറ്റപ്പെട്ടവനായി വെറുക്കപ്പെട്ടവനായി ആമേൻ എൻ്റെ ആമേൻ ദുഃഖം, എൻ്റെ സങ്കടങ്ങൾ, നിലവിളികൾ അന്നും ഞാൻ കിന്നരത്തിൽ കൂടെ വായിച്ച് ദൈവത്തെ ഞാൻ ഉയർത്തുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്കൊരു ആമേൻ ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്നെ ഏൽപ്പിച്ച അപ്പൻ എന്നെ ഏൽപ്പിച്ച ആടുകൾ അത് ഒന്നുപോലും ആമേൻ ദുഷ്ടൻ കവർന്നു കൊണ്ടുപോകാൻ ഞാൻ ആമേൻ ഇടയാക്കിയില്ല. കാരണം എന്നെ ഏൽപ്പിച്ചത് എൻ്റെ പിതാവാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, അഭിഷക്തനെ, നിങ്ങളെ ഏൽപ്പിച്ച ആട് ഒന്നുപോലും കുറയാതെ, ഒന്നുപോലും ശത്രു കവരാതെ, ആമേൻ അങ്ങനെ ഏതെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ അവനെ അടിച്ച് താഴെയിട്ട് അവൻ്റെ വായിൽ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. എത്രയോ ആടുകൾ ചെന്നായ്ക്കളുടെ അധരത്തിനകത്തിരിക്കുന്നു. എത്രയോ ആട്ടിൻകുട്ടികൾ ചെന്നായ്ക്കളുടെ ഇടയിൽ കിടക്കുന്നു. അതിനെ പുറത്തു കൊണ്ടുവരാൻ ദാവീദിനെ പോലെ ഇന്ന് പകൽക്കാലം കഴിയണം. ദൈവമേ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. കണ്ടോ, അടുത്ത നാം പറയാ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഈ പ്രഭാതത്തിൽ പറയാമോ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി ഇഷ്ടങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഭാര്യയുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന ഭാര്യയുണ്ട്. ആമേൻ. ഇവരുടെ ഇഷ്ടങ്ങളിൽപ്പെടാത്ത മക്കളുണ്ട്. പല നിലയിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പം പറയാ, എൻ്റെ ഇഷ്ടത്തിൽ നീ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ ജീവിക്കുന്നത്? മോളോട് പറയാ, മോളെ, ഞാനൊരു ശുശ്രൂഷകനാ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കണം, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം, ഞങ്ങൾ നിങ്ങളെ സമർപ്പിച്ചതാ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി. അപ്പോഴവർ ചോദിക്കുന്ന ഒരു മറുപടി ഇതാണ്, ഞങ്ങൾ ആവശ്യപ്പെട്ടോ സമർപ്പിക്കാൻ? ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അഭിഷക്തനെ, എൻ്റെ തലമുറയെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നേർന്നതാ. കർത്താവിന് വേണ്ടി നേർച്ചക്കിടാവ് പോലെ ഞാൻ രണ്ടുപേരെയും വളർത്തിക്കൊണ്ടു വന്നതാ. പക്ഷെ അവരിപ്പോൾ ചോദിക്കുക, ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ തീരുമാനമെടുത്തത്? പാസ്റ്റർക്കറിയോ, എൻ്റെ ഉദരത്തിൽ ഇവൾ അമ്മ ഉരുവാകുന്ന സമയത്ത് ആമേൻ മുതൽ പിശാച് അവളോട് പോരാടി. ആമേൻ. ഈ 7-ാമത്തെ മാസത്തിൽ അവൾ എൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ ആമേൻ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇവൾ ആമേൻ ഒന്നുകിൽ ഇവളെ ഇപ്പോൾ തന്നെ എടുത്ത് പ്രസവിപ്പിക്കണം, അല്ലെങ്കിൽ ഇവളെ പ്രൈസ് ദി ലോർഡ് നശിപ്പിച്ചു കളയണം എന്നൊക്കെ ഡോക്ടർമാർ വിധി പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ ഉദരത്തിൽ കൈവച്ചു, ദൈവമേ, നീയാണ് എനിക്ക് ഈ തലമുറയെ തന്നിരിക്കുന്നത്. ഇവളെ ഞാൻ ഇവനാണെങ്കിലും ഇവളാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കാം എന്ന് പറഞ്ഞ മാത്രമേ തന്നെ അടുത്ത സ്കാനിങ്ങിന് ഞാൻ പോയപ്പോൾ അഭിഷക്തനെ ആ കേടുപാടെല്ലാം ദൈവം മാറ്റി. ആമേൻ. അങ്ങനെ അവൾക്ക് ഇന്ന് 22 വയസ്സ് പ്രായമുണ്ട്. അവളോട് ഞാൻ പറഞ്ഞു, ആമേൻ, ദൈവവേലയ്ക്ക് വേണ്ടി നേർന്നതാ മക്കളെ, നീ സ്നാനപ്പെടണം, നീ കർത്താവിനെ അറിയണം, ആരാധിക്കണം എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ പിതാക്കന്മാരോ മാതാക്കന്മാരോ പറഞ്ഞാൽ അവർ പറയും, ഇല്ല, ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് ഞങ്ങളുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് ഇതിലൊന്നും നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒത്തിരി തലമുറകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പറയും, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുക, ചേട്ടാ, എൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യണം.
അവിടെ പോകരുത്, ഇന്നത് ചെയ്യരുത്, ഇന്ന അടുത്ത് പോയി നിൽക്കരുത്, ഇന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ പറയും നീ അവിടെ പോകരുത്, ചെയ്യരുത്, അത് ചെയ്യരുത്. അതൊക്കെ മനുഷ്യമായ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടമല്ല ഇവിടെ പറഞ്ഞത്. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. കണ്ടോ, അവിടെ ആ വാക്ക് ശ്രദ്ധിക്കണേ, എൻ്റെ ദൈവമേ. അപ്പോൾ എൻ്റെ ദൈവം വേദപുസ്തകത്തിനകത്ത് അവിടെ ഇടങ്ങളിൽ പറഞ്ഞു, എൻ്റെ ഇടയൻ ഹോവ, എൻ്റെ ഇടയൻ, എൻ്റെ ദൈവം, എൻ്റെ ദൈവമായുള്ളോവേ എന്നൊക്കെ സങ്കടം ബോധിപ്പിക്കുന്ന ഒരു ഭക്തനെയാണ് നമ്മളിവിടെ ഈ പ്രഭാതത്തിൽ കാണുന്നത്. ആമേൻ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമായിരിക്കും നിന്റെ ഇഷ്ടം ചെയ്യാൻ. എനിക്ക് പ്രിയമുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട് നിന്റെ ഇഷ്ടം ചെയ്യാൻ, എനിക്ക് താല്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആമേൻ. എവിടെ ഇരിപ്പുണ്ട്? ഉള്ളിലിരിക്കുക ന്യായപ്രമാണം. പക്ഷെ അതെനിക്ക് പ്രകടമാക്കി പുറത്തു കൊണ്ടുവരണം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, അലങ്കാരത്തിൻ്റെ ഭാഷയിൽ, പാട്ടിൽ കൂടെ, പ്രസംഗത്തിൽ കൂടെ, സാക്ഷ്യത്തിൽ കൂടെ, എനിക്ക് അനുഭവത്തിൽ കൂടെ, പ്രബോധനങ്ങളിൽ കൂടെ എനിക്കതിനെ ആ ന്യായപ്രമാണത്തെ പുറത്തു കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഉണ്ട്, അകത്തിരിപ്പുണ്ട്. പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും നിൻ്റെ അനുഭവങ്ങളും എനിക്ക് തന്ന കാഴ്ചപ്പാടുകളും എൻ്റെ ജീവിതത്തിൽ തന്ന വിടുതലുകളും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഭവങ്ങളും ഒക്കെ ഒരു ന്യായപ്രമാണമാക്കി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുകയാണ് കർത്താവേ. പക്ഷേ അതെനിക്ക് പുറത്തു കൊണ്ടുവരണം. ആമേൻ. ഇന്ന് പകലിൽ ആ ന്യായപ്രമാണം ഉള്ളിലിരുന്നാൽ പോരാ. ആമേൻ. ഇന്ന് പലരും പറയാറുണ്ട്, എനിക്ക് ഭയങ്കര സ്നേഹമോ പാസ്റ്റർ എനിക്ക് അവരോട്. പക്ഷേ അതെവിടെ? ഉള്ളിൽ സ്നേഹമുണ്ട്. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? ആ സ്നേഹം പുറത്തു കൊണ്ടുവരണ്ടേ? ആമേൻ. ദൈവത്തോടുള്ള സ്നേഹം, ആമേൻ, ഭാര്യയോടുള്ള സ്നേഹം, ഭർത്താവിനോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കുക. നോ, അത് അവരറിയണം. ആ സ്നേഹം അവരറിയണം. അവരത് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ അത് ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു ആ ന്യായപ്രമാണം പുറത്തു കൊണ്ടുവരണം. ആമേൻ. ആ ന്യായപ്രമാണം പ്രബോധനമാക്കി, ആ ന്യായപ്രമാണം പ്രസംഗമാക്കി, ആ ന്യായപ്രമാണം പാട്ടാക്കി, ആ ന്യായപ്രമാണം സാക്ഷ്യമാക്കി, ആ ന്യായപ്രമാണം ജീവിതത്തിലെ അനുഭവമാക്കി അത് പൊതുസഭയ്ക്കകത്ത് നീ കൊണ്ടുവരണം. അതാ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ ആഗ്രഹിക്കുന്നത് അതല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ആമേൻ, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. അല്ല, ഉറപ്പിച്ചു പറയാം, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആമേൻ. പറയാൻ പറ്റുമോ? ഇന്ന് ന്യായപ്രമാണം ഉള്ളിലുണ്ടോ? ആമേൻ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആമേൻ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ടോ? ആമേൻ. നിന്നിൽ ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങളുണ്ടോ? ദൈവം നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന വിടുതലുകൾ പറയാനുള്ള സമയമുണ്ടോ? വിടുതൽ, ആമേൻ, ആയിരക്കണക്കിന് വിടുതലുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതൊരു അനുഭവമാക്കി പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് പുറത്തു കൊണ്ടുവരാൻ ഞാൻ ആയിരിക്കുന്നു എന്ന് ദാവീദ് പറയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവകുഞ്ഞേ, ഇന്ന് പകലിൽ ഇവിടെ താനൊരു വലിയൊരു കെണിയുടെ മുമ്പിലാണ് ദാവീദ് ആയിരിക്കുന്നത്. അപ്പോഴും പറഞ്ഞ, കർത്താവേ, ആമേൻ, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആ ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇന്ന് പകലിൽ കർത്താവിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.